ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് ഇതുവരെ എത്തിയത് 1117 ഇന്ത്യക്കാർ. തങ്ങളുടെ പൌരന്മാരെ രക്ഷിച്ചതിന് ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാളും ശ്രീലങ്കയും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജർമ്മനിയിൽ നടന്ന വനിതാ സിംഗിൾസ് ടെന്നീസ് ITF ജൂനിയർ 200 ഗ്ലാഡ്ബക്ക് കിരീടം നേടി ഇന്ത്യയുടെ മായ രാജേശ്വരൻ. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന അധിക ജലം കൊണ്ടുപോകാൻ സർക്കാർ ഒരു കനാൽ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ തീവ്രവാദത്തിനെതിരെ സഹിഷ്ണുതയില്ലാത്ത സർക്കാരിന്റെ നയം എന്നും നിലനിൽക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഭീകരതയെ ചെറുക്കുന്നതിൽ ഇന്ത്യ ആഗോള സമവായം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുരാഷ്ട്ര പര്യടനം നടത്തും. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ഉഭയകക്ഷി സാമ്പത്തിക സഹകരണം വളർത്തുന്നതിനും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പിന്തുണ നേടുന്നതിനുമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ലക്ഷ്യമിടുന്നത്. ബ്രസീലിൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. ജൂലൈ ആദ്യവാരത്തിൽ മൊറോക്കോ, അർജന്റീന, ബ്രസീൽ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. 1999 ഫെബ്രുവരിയിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി വടക്കേ ആഫ്രിക്കൻ രാജ്യത്തേക്ക് നടത്തിയ ചരിത്രപ്രധാനമായ സന്ദർശനത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന രണ്ടാമത്തെ മൊറോക്കോ സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 1117 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു. ഇന്നലെ രാത്രി മഷാദിൽ നിന്ന് ന്യൂഡൽഹിയിൽ വന്നിറങ്ങിയ പ്രത്യേക വിമാനത്തിൽ 290 ഇന്ത്യക്കാർ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ വൈകുന്നേരം മറ്റൊരു വിമാനം 310 ഇന്ത്യക്കാരുമായി ന്യൂഡൽഹിയിലെത്തിയിരുന്നു. അതേസമയം ഓപ്പറേഷൻ സിന്ധുവിലൂടെ തങ്ങളുടെ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സഹായിച്ചതിന് നേപ്പാളും ശ്രീലങ്കയും ഇന്ത്യയോട് നന്ദി അറിയിച്ചു. നേപ്പാൾ ഇന്ത്യ ബന്ധത്തിന്റെ പ്രതിഫലനമാണ് ഈ പിന്തുണയെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി അർസുർ റാണ ഡ്യൂബ പറഞ്ഞു. ദ്വീപ് രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ ഈ പരിശ്രമത്തെ വിലമതിക്കുന്നതായി ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്നലെ ഇറാനിൽ നിന്നുള്ള യാത്രാസംഘത്തിലെ ഏക മലയാളി വിദ്യാർത്ഥിനി ഫാദില കച്ചക്കാരൻ കൊച്ചിയിലെത്തി. ഇറാനിൽ 2ാം സെമസ്റ്റർ MBBS വിദ്യാർത്ഥിനിയാണ് മലപ്പുറം മുടിക്കോട് സ്വദേശി ഫാദില. ക്രൂ ഷെഡ്യൂളിംഗിൽ ഗുരുതര വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ എയർ ഇന്ത്യയ്ക്ക് DGCAയുടെ നിർദ്ദേശം. ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 3 മുതിർന്ന ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനാണ് നിർദ്ദേശം. ജീവനക്കാരുടെ വിശ്രമം, ലൈസൻസിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് കമ്പനിയിലുണ്ടായ ഗുരുതരമായ വീഴ്ചകൾക്ക് ഈ ഉദ്യോഗസ്ഥർ കാരണക്കാരായതായി DGCA ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. സന്ദർശന വേളയിൽ തലസ്ഥാനമായ റായ്പൂരിലും നാരായൺപൂർ ജില്ലയിലും നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. റായ്പൂരിൽ ഇന്ന് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ ക്യാമ്പസിന്റെ തറക്കല്ലിടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. ഛത്തീസ്ഗഡിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഡയറക്ടർ ജനറലുമാരുമായും അഡീഷണൽ ഡയറക്ടർ ജനറലുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. ആദ്യം പോസ്റ്റലോട്ടും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടും എണ്ണും. വോട്ടെണ്ണൽ പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലായിരിക്കും. സ്ഥലത്ത് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
2 ദിവസത്തെ സന്ദർശനത്തിനായി ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദൽ അബ്ദലട്ടി നാളെ ഇന്ത്യയിലെത്തും. സന്ദർശന വേളയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 209 എന്ന നിലയിൽ. 100 റൺസോടെ ഒല്ലി പോപ്പും റൺസൊന്നും എടുക്കാതെ ഹാരി ബ്രൂക്കും ക്രീസിലുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 471 റൺസിന് അവസാനിച്ചിരുന്നു. യശസ്വി ജയ്സ്വാൾ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് എന്നിവരുടെ സെഞ്ചുറി മികവിലാണ് ഇന്ത്യയുടെ സ്കോർ 400-ന് മുകളിലെത്തിയത്. ഇംഗ്ലണ്ടിന് 3 വിക്കറ്റുകളും ജസ്പ്രീത് ബുംറ വീഴ്ത്തി. ഇന്ത്യയുടെ മായ രാജേശ്വരൻ ജർമ്മനിയിൽ നടന്ന വനിതാ സിംഗിൾസ് ടെന്നീസിൽ ITF J200 ഗ്ലാഡ്ബാക്ക് കിരീടം നേടി. ഫൈനലിൽ സ്വിറ്റ്സർലൻഡിന്റെ നോലിയ മാന്തയെ 6-2, 6-4 പരാജയപ്പെടുത്തിയാണ് മായ ആദ്യ കിരീടം നേടിയത്. മായയുടെ 7ാമത്തെ ITF ജൂനിയർ കിരീടമാണിത്. വിയറ്റ്നാമിൽ നടന്ന അണ്ടർ 23 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗുസ്തിക്കാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പുരുഷ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ 5 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ ഇന്ത്യ 6 മെഡലുകൾ നേടി. നേരത്തെ 4 സ്വർണവും 5 വെള്ളിയും ഉൾപ്പെടെ 10 വിഭാഗങ്ങളിലും മെഡലുകൾ നേടിയ ഇന്ത്യ വനിതാ ഫ്രീസ്റ്റൈൽ ടീം കിരീടവും നേടിയിരുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ തന്ത്രപ്രധാന തുറമുഖ നഗരത്തിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി. ഈ മേഖലയിൽ അമേരിക്ക സ്റ്റെൽത്ത് ബോംബറുകൾ വിന്യസിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ദുബായ് പ്രത്യേക പ്രതിനിധി വിനോദ് കുമാർ. The conflict between Iran and Israel is intensifying, drawing growing concern from regional powers and international observers. In the latest escalation, Iran launched around 40 drones towards Israeli territory. In response, Israeli forces struck what they described as dozens of military targets in southwestern Iran. Among the sites hit was an emergency center in Khuzestan province, which according to Iranian media included a university reported to have been completely destroyed in the bombardment. Meanwhile, the United States has increased its military posture in the region. The Pentagon has deployed B-2 stealth bombers from their base in Missouri to the Pacific. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലാണ് US ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാ വിമാനങ്ങളും ഇപ്പോൾ ഇറാനിയൻ വ്യോമ അതിർത്തിക്ക് പുറത്താണെന്നും ട്രംപ് സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക ഔദ്യോഗികമായി ഇസ്രായേലിനൊപ്പം ചേർന്നതായി ഈ പ്രഖ്യാപനം വ്യക്തമാക്കുന്നു. നൈജീരിയയിലുണ്ടായ ചാവേർ ബോംബാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 30ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഫോടക വസ്തു ധരിച്ച ഒരു സ്ത്രീ ജനക്കൂട്ടത്തിലേക്ക് നുഴഞ്ഞുകയറി പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികൾക്കായി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ നൽകുന്നതിനായി നാമനിർദ്ദേശം ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ പ്രവർത്തനം, പരിസ്ഥിതി, കായികരംഗം, കലയും സംസ്കാരവും, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയിൽ കഴിവ് തെളിയിച്ച 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് രാഷ്ട്രപതി പുരസ്കാരം നൽകുക. നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31. മിസോറാമിൽ അസം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ 11.53 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 മയക്കുമരുന്ന് വിൽപ്പനക്കാരെ അറസ്റ്റ് ചെയ്തു. മറ്റ് 2 വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ മിസോറാമിലെ ചാമ്പായി ജില്ലയിൽ നിന്ന് 81 ലക്ഷം രൂപ വിലമതിക്കുന്ന വിദേശ സിഗരറ്റുകളും 29 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹെറോയിനുമായി 3 പേരെയും അസം റൈഫിൾ സൈന്യം പിടികൂടി. ഇംഗ്ലണ്ടിലും വെയിൽസിലും ആരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടെ മരണം സ്വയം സ്വീകരിക്കാൻ അനുവാദം നൽകുന്നത് നിയമവിധേയമാക്കുന്നതിനുള്ള ബിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയായ ഹൌസ് ഓഫ് കോമൺസ് അംഗീകരിച്ചു. പാർലമെന്റ് അംഗങ്ങൾ പാർട്ടി നയം പിന്തുടരാതെ സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ അനുവാദം നൽകിയാണ് ബില്ല് പാസാക്കിയത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ബില്ലിനെ പിന്തുണച്ചു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മാനസികാരോഗ്യമുള്ള മാരക രോഗികളായ മുതിർന്നവർക്കും 6 മാസമോ അതിൽ കുറവോ മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് ഉറപ്പുള്ളവർക്കും വൈദ്യസഹായത്തോടെ ജീവിതം അവസാനിപ്പിക്കാൻ ബില്ല് അവകാശം നൽകുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് ഇതുവരെ എത്തിയത് 1117 ഇന്ത്യക്കാർ. തങ്ങളുടെ പൌരന്മാരെ രക്ഷിച്ചതിന് ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാളും ശ്രീലങ്കയും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജർമ്മനിയിൽ നടന്ന വനിതാ സിംഗിൾസ് ടെന്നീസ് ITF ജൂനിയർ 200 ഗ്ലാഡ്ബാക്ക് കിരീടം നേടി ഇന്ത്യയുടെ മായ രാജേശ്വരൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.